നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാനിയെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഈ അമ്മ എന്ന സംഘടന, അതിലെ അംഗങ്ങളിൽ അവശരായവർക്ക്, അവശരായ കലാകാരന്മാരിൽ അവശരായവർ എന്നാണ് അങ്ങനെ പ്രയോഗം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കലാകാരന്മാരിൽ അവശരായവർക്ക് കൈനീട്ടം കൊടുക്കുന്ന പതിവുണ്ട്. 5000 രൂപ വെച്ച് മാസമായിട്ട്. അത് തന്നെ ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് ആ പദപ്രയോഗം തന്നെ ഉചിതമല്ല. കൈനീട്ടം എന്ന് വെച്ചാൽ അത് തമ്പുരാക്കന്മാർ പ്രജകൾക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് കൈനീട്ട് കൊടുക്കുക എന്നത്. ഇവിടെ ജനാധിപത്യമാണ്, ജനാധിപത്യ സമ്പ്രദായത്തിൽ കൂടി തിരഞ്ഞെടുത്ത സംഘടനയാണ്. ആ സംഘടന കൊടുക്കുമ്പോൾ അവിടെയും ആ ഫ്യൂഡൽ വ്യവസ്ഥ നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാര്യം മനസ്സിലാക്കണം. 10% നായേഴ്സും 10% ക്രിസ്ത്യൻസും, 18% 6% പിന്നെ മറ്റേതാണല്ലോ കൺവെർട്ട് ക്രിസ്ത്യൻ, നായേഴ്സ് 10. ഇവർ 2 കൂട്ടാണ് കേരളത്തിൽ എല്ലാ സ്ഥാനങ്ങളിലും ആഗ്രഹിക്കുന്നത്. കിട്ടിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ മോഹൻലാലിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തപ്പോൾ പിന്നെ നമ്മുടെ ജഗദീഷിന് ജനറൽ സെക്രട്ടറി ആയിട്ടും ആഗ്രഹിച്ചു. ഉണ്ണി മുകുന്ദന് ട്രഷററായിട്ട് കൊടുത്തു. അപ്പോൾ 3 ഈ നായേഴ്സ് മാത്രം മതിയോ? എൻ്റെ ജഗദീഷ് BJPയുടെ MP ആയി ജനിച്ചു എന്ന സുരേഷ് ഗോപി എടുത്ത് കാണിച്ച ഈ വളർത്തു നായ്ക്കൾ യജമാനെ എടുത്ത് കാണിക്കും പോലെ ആ അനക്കവും കെട്ടിപ്പിടുത്തവും ഇത് കാണുമ്പോൾ മനസ്സെവിടെയാണെന്ന് അറിയാം. എങ്കിലും കോൺഗ്രസ്സുകാരനായിട്ടാണ് ഇപ്പോഴും കാണുന്ന പുള്ളി. അങ്ങനെ പകൽ കോൺഗ്രസ്, രാത്രി RSS ആയിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കളും ഉണ്ട് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലേക്ക് ഉണ്ടല്ലോ. അപ്പോൾ ആ ജഗദീഷ് ഇപ്പോൾ പ്രസിഡൻ്റായ കൊള്ളത് ആഗ്രഹമുണ്ട്. തന്നെയല്ല, ഒരു സംഘടനയിൽ വന്നിട്ട് ആ സംഘടനയുടെ നിലപാട് എന്താണോ അതനുസരിച്ചല്ലേ അവിടെ സംസാരിക്കേണ്ടത് പത്രസമ്മേളനത്തിൽ. മറിച്ച് കമ്മിറ്റി കൂടുമ്പോൾ ചർച്ച ചെയ്യാം, അനുകൂലിച്ചു എതിർത്ത് ചർച്ച ചെയ്യാം. പത്രസമ്മേളനം നടത്തുമ്പോൾ ആ സംഘടനയുടെ പോളിസി എന്താണോ അതിന് അനുസൃതമായിട്ടാണ് സംസാരിക്കേണ്ടത്. ജഗദീഷ്, നിങ്ങൾ പ്രൊഫസറോ ലെക്ചറൊക്കെ ആയിരുന്നല്ലോ, വലിയ വിദ്യാഭ്യാസമുള്ള വേറെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹത്തിൽ നിങ്ങൾക്ക് മാത്രം മതിയോ ഈ സംഘടന ഭാരവാഹിത്വം? അല്ലെങ്കിൽ മറ്റെല്ലാവർക്കും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് എല്ലാ മേഖലകളും കിട്ടണ്ടേ? ഇത് എന്തൊരു കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണം നടത്തി പിണറായി സർക്കാർ, 11 10% നായേഴ്സ്. ഈ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി, ഇടതുപക്ഷ മുന്നണിയെ കൊണ്ടുവരാൻ വേണ്ടി ഒരു വിഭാഗം നായേഴ്സ് കളിച്ച കളിയല്ലേ ഈ സരിതയെ കൊണ്ടുവന്നത് UDFനെ തകർത്തത്. കാരണം മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന ഒരു ഭരണത്തിൽ ഇനി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടേക്കുള്ള ക്രിസ്ത്യൻ സമുദായ നേതാക്കളും പിന്നീട് നായർ സമുദായം തീരുമാനിച്ചു. അപ്പോൾ അവരെടുത്ത അടവാണ് UDF തകർക്കുക, LDF അതിൽ പരമാവധി മന്ത്രിസ്ഥാനം ആളുകളിൽ പറ്റുക. അതായത് അത് പറയണമെങ്കിൽ ഈ സരിത വന്നിട്ട് ശേഷം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഈ കേസിൽ പെടാത്ത ഒരു മന്ത്രി ഉണ്ടായിരുന്നുള്ളൂ. ആ മന്ത്രി ശ്രീമതി ജയലക്ഷ്മി ആയിരുന്നു, വനിതയായിരുന്നു. ബാക്കി ആണുങ്ങളെല്ലാം പെടുത്തിയിട്ടുണ്ട്. കാരണം ചിത്തം ചലിപ്പതിന് ഏതും മുത്തു നിൽക്കെ മനസ്സിൽ പിന്നെ കുലുക്കില്ലാത്തവണ് പുരുഷൻ എന്ന് പറയുന്നുണ്ട്. ഒരു സ്ത്രീ വന്ന് വാട നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞാൽ ഏത് പുരുഷനാണ് വീഴാതിരിക്കുന്നത്? ഇപ്പം സരിതയെ പോലെ യൗവനയുക്തയും ആരോഗ്യ ദൃഢഗാത്രയായ ഒരു സ്ത്രീ അതിന് സാഹചര്യം ഒരുക്കിയാൽ മന്ത്രിയല്ല ദൈവം പോലും വീണുപോകും. അതാണല്ലോ സെക്ഷൻ്റെ പ്രത്യേകത. അങ്ങനെ UDFിലെ എല്ലാ മന്ത്രിമാരും അതിൽ പെടുത്തി കൊച്ചാക്കി, ഉമ്മൻചാണ്ടി പോലും ചീത്തയാക്കി കോൺഗ്രസ് ഗവൺമെൻറ് താഴെ ഇറക്കാൻ വേണ്ടി കളിച്ച കളിയിൽ നിങ്ങളുടെ പങ്കെന്താ നോക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ജഗദീഷ്, അപ്പം നിങ്ങൾ ചിന്തിക്കുക, എല്ലാവർക്കും അവസരം കിട്ടണ്ടേ. ആ ജഗദീഷ് അമ്മ എന്ന സംഘടനയുടെ വൈസ് പ്രസിഡൻ്റാണ് എൻ്റെ ഓർമ്മ. വൈസ് പ്രസിഡൻ്റ് ആയിരിക്കെ അമ്മ എന്ന സംഘടന കൂടി പത്രസമ്മേളനത്തിൽ വരുമ്പോൾ നിങ്ങൾ ആ സംഘടനയുടെ
ഫിലോസഫി അല്ലെങ്കിൽ ആശയം എന്താണോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് വേണം പ്രതികരിക്കാൻ. ഇതിൽ വ്യത്യസ്തമായി പ്രതികരിച്ചില്ലേ? അവിടുത്തെ നിങ്ങൾ കാല് വാരല്ലേ ഇത്? നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ അമ്മയുടെ പ്രസിഡൻ്റ് ആകാൻ ചരട് വലിക്കല്ലേ? എൻ്റെ പൊന്നു മോനെ, എല്ലാം അറിയുന്നവരുണ്ട് ഇവിടെ, നിങ്ങൾ മാത്രമല്ല ബുദ്ധിമാന്മാർ. അപ്പോൾ അതൊന്നും വേണ്ട, അഭ്യാസമൊന്നും വേണ്ട. അതെങ്ങനെ? അപ്പം അതുകൊണ്ട് ഇപ്പോഴും ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ് അമ്മയെ പോലെ സംഘടന നയിക്കുന്നത്. അത് കൈനീട്ടെന്ന് പേരിട്ട് കൊടുത്താരാണ്? സവർണ തമ്പുരാക്കന്മാരില്ലേ? ആ പ്രയോഗം തെറ്റില്ലേ? ഏതെങ്കിലും ആൾ മമ്മൂട്ടിയോ മോഹൻലാലോ, മമ്മൂട്ടിയൊക്കെ മുസ്ലിം നാമധാരിയാണെങ്കിലും ഈ സവർണൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി കുഴൽ ഊതാനല്ലാതെ സ്വതന്ത്രമായ അഭിപ്രായമുണ്ടോ? ഒരു കാര്യത്തിൽ മമ്മൂട്ടിക്കില്ല, മോഹൻലാൽ ഇല്ലല്ലോ. പിന്നെ സിനിമയിൽ എങ്ങനെയാണ് തമ്പുരാക്ക ധ്രുവം സിനിമ പിടിച്ചു? എടോ മമ്മൂട്ടി സാഹിബ്, നിങ്ങൾ മുസ്ലിം പേരാണല്ലോ ഉപയോഗിക്കുന്നത്, നിങ്ങൾ മുസ്ലിമാണല്ലോ, പള്ളിയിൽ പോകുന്ന മുസ്ലിമാണല്ലോ. ധ്രുവം സിനിമയിൽ കഥ കാണിച്ചത് എത്ര വികലമായിട്ടാണ് ഈ സമുദായത്തെ കാണിച്ചത്. നിങ്ങൾക്ക് ഒരു വാക്ക് നിങ്ങൾ അനങ്ങി വെക്കുന്നുള്ളൂ. വലിയേട്ടായിട്ട് നിങ്ങൾ അഭിനയിച്ചല്ലോ പൊട്ടം തൊട്ട് മന്നാടിയാറായിട്ട്. PDPയോട് ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ മതിനോട് ദേഷ്യമായിട്ടായിരിക്കും, അത് വ്യക്തിബന്ധം. പക്ഷേ സമുദായത്തിന് സ്നേഹം കാണിക്കണ്ടേ? ആ സമുദായത്തിൽ നിങ്ങൾ കൊച്ചാക്കിയത്, അടിച്ചാക്ഷേപിച്ചത് അതെന്താണ്? എന്നിട്ട് നിങ്ങൾ അതുപോലെ മറ്റ് സംഭവത്തിൽ മധു എന്ന ജഡ്ജിക്ക് വേണ്ടി, അല്ല തിലക് എന്ന ജഡ്ജിക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് വക്കീൽ, അവിടെ ആ ഭൂപ്രഭുത്വല്ലേ നിങ്ങളെ ചാരുകസയിൽ കിടന്ന് ഒരു പ്രഭുവിനെ പോലെ അല്ലെങ്കിൽ ഭൂപ്രഭുത്വമാണ്. അപ്പം നിങ്ങൾ ഒന്നും ആത്മാർത്ഥമായിട്ടോ സാധാരണക്കാരന് വേണ്ടിയോ അല്ലെങ്കിൽ പാവപ്പെട്ടതിന് വേണ്ടിയോ അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി ചിന്തിക്കുന്നില്ല. എന്നിട്ട് പോലും നിങ്ങളെ സുഡാപ്പിയായിട്ട് കാണുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സംഘപരിവാറിന് മുമ്പിൽ നിങ്ങൾ എത്ര വിശാല മനസ്സിൽ പൊട്ടോട്ട് അഭിനയിച്ചാലും അവരെയൊക്കെ നിങ്ങൾ സംഖ്യയായിട്ടല്ല, നിങ്ങൾ സുഡാപ്പിലായിട്ട് മാത്രമേ കാണുകയുള്ളൂ. അത് മനസ്സിലാക്കണം, അതൊരു പാഠമാണ്. അപ്പോൾ അമ്മയുടെ ഈ കൈനീട്ടത്തെ പ്രയോഗം തന്നെ തെറ്റാണെന്ന് ആദ്യമായിട്ട് പറയുകയാണ്. ബാക്കി അമ്മയുടെ കാര്യം പിന്നെ പറയാനും ഒന്നൊരു കാര്യം പറയാം. ഒന്ന് ഇപ്പോൾ ഗുജറാത്തിൽ അല്ല മധ്യപ്രദേശിൽ BJP ഭരിക്കുകയാണ്. അവിടെ പാല് അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത പശുക്കളെ അറക്കാൻ സമ്മതിക്കാത്ത പേരിൽ 100 കണക്കിന് പശുക്കളെ പുഴയിലേക്ക് തള്ളാണ് ഉടമസ്ഥന്മാർ കൊണ്ടുന്നത്. അവർക്ക് രക്ഷയില്ല, തീറ്റ കൊടുക്കാൻ പറ്റില്ല. അതായത് സ്വന്തം അച്ഛനും അമ്മയെപ്പോലും ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ പ്രായമായാൽ ആൾക്കൂട്ടത്തിൽ കൊണ്ട് ഒഴിവാക്കുന്ന മക്കളുള്ള രാജ്യമാണ് ഇന്ത്യയിൽ നിന്ന്, ഇവൻ കേരളം പോലും. അങ്ങനെയുള്ള സ്ഥലത്ത് മൃഗങ്ങളിൽ നിന്ന് ആദായം കിട്ടിയില്ലെങ്കിൽ ആ മൃഗങ്ങൾ ആരെയും ചെലവ് കൊടുത്തി വളർത്തുമോ? എത്ര കാലം വരെ ചെലവ് കൊടുത്ത് വളർത്താൻ പറ്റും? കർഷകരെന്നും പട്ടിണി വെക്കലല്ലേ? അപ്പം ബുദ്ധിയുള്ള സംഘപരിവാറിലോ അല്ലെങ്കിൽ ഗോവധത്തെ അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിക്കണം. എന്താണ് ചിന്ത? കേരളത്തിലെ ഇന്ത്യയിൽ 98% നോൺ വെജ് കഴിക്കുന്നവരാണ്, സ്ഥിരമായിട്ടല്ലെങ്കിലും. 2% മാത്രമാണ് ഒറിജിനൽ വെജുള്ളൂ, മുട്ട പോലും കഴിക്കാത്ത വെജുള്ളൂ. ആ 2% വേണ്ടി ഗോവധം നിരോധിച്ചാൽ ഇപ്പം നിങ്ങൾ കിട്ടുന്ന തക്കാളിക്ക് 100 രൂപ തക്കാളിക്ക് എല്ലാം കൂടി ഈ വെജിറ്റബിൾക്ക് വന്നാൽ 1000 രൂപ കൊടുത്താൽ കിട്ടുമോ? തന്നെയുമല്ല, ഇത്രയും ആൾക്കാർക്ക് വേണ്ടി വച്ചുണ്ടാക്കാൻ അല്ലെങ്കിൽ ഉൽപ്പാദിക്കാൻ സംവിധാനമുണ്ടോ? ഇത് കമ്പനി ഉണ്ടാക്കുമല്ലോ, ഭൂമിയിൽ കുഴിച്ചിട്ട് മുളച്ചു വരണ്ടേ? അപ്പം നിങ്ങൾ ബുദ്ധിയുടെ അംശമുള്ള ആരെങ്കിലും സംഘപരിവാരം ഉണ്ടെങ്കിൽ ഗോവധത്തെ നിരോധിക്കൽ. ഗോവധത്തെ നിരോധിച്ചോ, ഓക്കെ. പക്ഷെ അവശ്യരായ മനുഷ്യന് ഉപകാരം ചെയ്യാൻ പറ്റാത്ത അവർക്ക് തന്നെ ഭാരമാകുന്ന മൃഗങ്ങളെങ്കിലും അറുത്ത് കഴിക്കാൻ അനുവാദം കൊടുത്ത 2 ഗുണമാണ്. ഒന്ന്, അത് കഷ്ടപ്പെടാതെ ജീവിതം അവസാനിക്കും. മറ്റൊന്ന്, അതിന് കുറച്ച് ഭക്ഷണം കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ കിട്ടും. അപ്പോൾ നിയമം ഉണ്ടാക്കുമ്പോൾ ബി പ്രാക്ടിക്കൽ. ഞങ്ങൾ അന്ന് ഇന്നും പറഞ്ഞ ബി പ്രാക്ടിക്കൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സംഘപരിവാറിനോടോ അല്ലെങ്കിൽ ഗോവധത്തെ അനുകൂലിക്കുന്നവരോട് പറയാണ്, നിങ്ങൾ അനുകൂലിച്ചോ, അതിനെ കുറ്റം പറഞ്ഞില്ല, ഒരു വിശ്വാസമാണ്. പക്ഷെ അതിൽ സമൂഹത്തിന് ബാധ്യതയായി വരുന്ന ആ മൃഗങ്ങൾക്ക് തന്നെ പ്രയാസം വരുന്ന മൃഗങ്ങളെങ്കിലും ആരെങ്കിലും അറുത്ത് തിന്നോട്ടെ എന്ന് വെച്ചാൽ പ്രകൃതി കോപിക്കുമോ? ഇപ്പം ഗുജറാത്തിൽ സൂറത്തിൽ പ്ലേഗ് ഉണ്ടായപ്പോഴെന്താണ് കാരണം? ഇങ്ങനെ ചാവുന്ന, റോട്ടിൽ കിടന്ന് ചാവുന്ന, അവിടെ ഞാൻ വീണ്ടും പറയാണ്, അച്ഛനെ ഉപേക്ഷിക്കുന്ന പോലെ
മനുഷ്യർ പോലും ശരിക്ക് ശവദാഹം ചെയ്യുന്നില്ല. ഇപ്പം ഗംഗയിലേക്ക് ഒഴുക്കുന്ന ശവങ്ങളിൽ പകുതി കത്തിക്ക് തന്നെ ഗംഗയിൽ ഒതുക്കിയാണ്. അങ്ങനെ ഗംഗാജലം മോശമായത്, ലോകത്തിലെ ഏറ്റവും മോശമായ ജലം ഗംഗാജലമാണെന്നും ആ ഗംഗാനദി ശുദ്ധീകരിക്കാൻ വേണ്ടി വന്ന് രാജീവ് ഗാന്ധി കാലത്ത് 100 കോടി രൂപ കൊടുത്ത്, ഇപ്പം ഏതാണ്ട് മോഡി വന്നപ്പോൾ 10,000 കോടിയായിട്ട് കൊടുത്ത്. ഇപ്പോഴും ഗംഗാജലം അശുദ്ധ തന്നെ, അഴുക്ക് ജലം തന്നെയാണ്. അതൊക്കെ വിശ്വാസമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പശുക്കൾ ചത്തു കഴിഞ്ഞാൽ എങ്ങനെയും കിടന്ന് ചത്തു കഴിഞ്ഞാൽ വെറുതെ കോർപ്പറേഷൻകാർ വന്ന് തോണ്ടി കുഴിച്ചിടും. അങ്ങനെ ആയിരക്കണക്കിന് 10,000 പശുക്കളെ കുഴിച്ചിട്ടപ്പോൾ വേണ്ടത്ര സംസ്കരണം ചെയ്യാത്തതിൻ്റെ പേരിൽ ഭൂകമ്പം വന്നപ്പോൾ ഇതെല്ലാം പൊങ്ങി. ആ കൂടി വെള്ളപ്പൊക്കം വന്ന് ഇടിച്ചതിന് അരിച്ചു പോലെയായി, അല്ലെങ്കിൽ കൂൽമ കുരുപോലെയായി. ഭൂകമ്പം വന്ന് എല്ലാം എളുകയും പിന്നെ വെള്ളപ്പൊക്കം പോയി എല്ലാം കൂടി കലിക്കും. അങ്ങനെയാണ് പേഗ് രോഗം വന്ന് 1000 ആൾക്കാർ മരിച്ചത്. ഇത് മനസ്സിലാക്കുന്നുണ്ടോ ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെ? അപ്പോൾ ഒരു നിയമം നിങ്ങൾ പറയേണ്ടത് ഗോവധം നിരോധിക്കട്ടെ, ഓക്കെ, അത് വിശ്വാസമാണ്, നമ്മൾ എതിർക്കുന്നില്ല. അതിൽ ആരോഗ്യമില്ലാത്തവരും സ്വയം ഭാരമാകുന്നതും സമൂഹത്തിന് ബാധ്യയാവുന്ന മൃഗങ്ങളെങ്കിലും അറുത്ത് തിന്നാൻ ഒരു അനുവാദം കൊടുത്താൽ അത്രയും ഉപകാരങ്ങൾ നാടുണ്ടാവില്ലേ? അതെങ്കിലും ചെയ്യണ്ടേ? അതൊരു സംഭവം. അങ്ങനെ പിന്നെ നമ്മൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മ എന്ന പേര് തെറ്റാതെ നമ്മൾ പറഞ്ഞല്ലോ. ഇതിപ്പോൾ ഒരു വെറും മഞ്ഞുമല മാത്രമാണ്. മഞ്ഞുമലയുടെ മൂല മാത്രമേ കണ്ടിട്ടുള്ളൂ. മഞ്ഞുമല കിടക്കാണപ്പുറത്ത് എന്ന് പറഞ്ഞാൽ വെറും കുറച്ച് പേര് മാത്രമല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഈ ഇങ്ങനെ കേസിപ്പെടാത്ത ഒരൊറ്റ ആണും സിനിമയിലുണ്ടാവില്ലെന്നാണ്. ചെറുതും വലുതും ഒക്കെ അല്ല, ഒരു രീതിയിലും മറ്റേതിൽ ഒരു പ്രാവശ്യം മറ്റൊരു പ്രാവശ്യം ഒരിക്കലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ട്. ഇതെല്ലാം സ്ത്രീകൾ പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കുന്നത്? അതുകൊണ്ട് 10-ാം തീയതി കോടതി തീരുമാനമെടുക്കും. ബഹുമാനയുടെ കോടതിയോട് ഞങ്ങൾക്ക് വരാനുള്ള നിർദ്ദേശം, മുൻകാല പ്രാബല്യം കൊടുക്കരുത്. ഈ നിയമം കർശനാക്കിയ നിലയ്ക്ക് ഇനി മുതൽ അങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായിട്ട് ശിക്ഷ കൊടുത്തോ. കഴിഞ്ഞ കാര്യങ്ങളിൽ ചില ഇളവ് കൊടുത്തില്ലെങ്കിൽ, അപ്പോൾ ചിലർക്ക് ഇഷ്ടാവില്ല പറയുമ്പോൾ, ഇളവ് കൊടുത്തില്ലെങ്കിൽ പുരുഷന്മാർ മുഴുവൻ നാറും. പോലീസിൻ്റെ അന്വേഷണം മുഴുവൻ സന്നാഹവും ഇതിനു വേണ്ടി വരും. അപ്പോൾ ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരും തെമ്മാടികൾക്കൊക്കെ വാട അവസരം കിട്ടും. കാരണം പോലീസ് കമ്മീഷണറി, നമ്മുടെ പോലീസ് കമ്മീഷണർ ഇത്രയാണ് കപ്പാസിറ്റി അറിയാമല്ലോ. ആ കപ്പാസിറ്റി മുഴുവൻ ഇതിന് ചെലവഴിക്കേണ്ടി വരും. ഇത് ചെലവഴിക്കുമ്പോൾ നാട്ടിൽ അരാജകത്വം വരും, കള്ളന്മാർ പെരുകും, ഗുണ്ടകൾ വരും, പ്രശ്നവും പിന്നെ സുരക്ഷ തന്നെ തടസ്സമാവും. അത് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളത്, 10-ാം തീയതി തീരുമാനം എടുക്കുമ്പോൾ കഴിഞ്ഞ എല്ലാം അന്വേഷിക്കുന്ന ഒരു തീരുമാനം വച്ചാൽ കോടതിക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ കോടതിയെ എതിർക്കുന്നില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടും അതേപോലത്ത് പോക്സോ കേസ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിട്ടൊക്കെ എന്തോ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കാൻ ഞങ്ങൾ പറയുന്നില്ല. ബാക്കിയുള്ള ഈ 30 പ്രാവശ്യം 40 പ്രാവശ്യം കിടന്നിട്ട് 40-ാമത് പ്രാവശ്യം ബലാത്സംഗം നടത്തിക്കൊണ്ട് കേസ് കൊടുക്കുന്ന ആ നടിമാരുടെയൊക്കെ ബാക്ക് ഫയൽ അന്വേഷിച്ചിട്ട് ഒരു തീരുമാനം കോടതി എടുക്കണം. ഇപ്പോൾ എന്താണ് പെണ്ണു സൂര്യക്കെതിരെ പരാതി പറഞ്ഞ ആ പെണ്ണ് ഇപ്പം എന്താണ്, ഇല്ല സൂര്യല്ല വേറെ ആളാണ്, അത് ഞാൻ പറയില്ല എന്ന്. ഇവരൊക്കെയാണോ ഈ മാതൃകയായിട്ട് വരുന്ന വലിയ സ്ത്രീരത്നങ്ങൾ? ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നമ്മുടെ സിദ്ദീഖിൻ്റെ കേസ്. ഒരേ ദിവസം തന്നെ ലോഡ്ജിൽ ഉണ്ടായിരുന്നു എന്ന്, ആ മുറിയിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ തെളിവുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അന്യൊരു പുരുഷൻ്റെ മുൻപിൽ, വീണ്ടും ഞങ്ങൾ പറയണം, അന്യൊരു പുരുഷൻ്റെ മുൻപിൽ വിളിക്കുമ്പോൾ വെറും കൈയുടെ ഒറ്റയ്ക്ക് ചെന്ന് മണിക്കൂർ ചെലവഴിക്കാൻ സാമാന്യ ബുദ്ധിയില്ലേ കുട്ടികൾക്കൊക്കെ? എന്താണ് കുട്ടികൾക്ക്? അങ്ങനെ പോകുമ്പോൾ ഒരാളിൽ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയിൽ കൂടെ കൊണ്ടുപോകണ്ടേ? അപ്പോൾ എന്തിനും തയ്യാറായിപ്പോയ ആൾക്കാർ അവസാനം പ്രശ്നമാക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആണുങ്ങളെ നാണം കെടുത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ യുക്തിയും കൂടി ബഹുമാന കോടതി പഠിക്കണം. കോടതിക്ക് കഴിവുണ്ട്, കോടതിക്ക് കഴിവുള്ളൂ. അപ്പോൾ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രമേ കോടതി ഒരു വിധി പ്രഖ്യാപിക്കാവൂ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കണേ. അല്ലെങ്കിൽ പലരും കയറും നാറും മെഴുകും, വിഷയങ്ങൾ അതിവഷളാവും. കാരണം ഒരാൾ പോലും ഉണ്ടാവില്ല, ഒരിക്കലെങ്കിലും പോകാത്ത ഒരു സിനിമാ മേഖലയിൽ ആണുങ്ങളുണ്ടാവില്ല. മറ്റെല്ലാ മേഖലയും ഉണ്ട്, മറ്റു മേഖല ശുദ്ധമൊന്നുമല്ല. അത് പല സാഹചര്യങ്ങളാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. പിന്നെ ഈ ഒരു സിനിമ മേഖലയെ നമ്മളിത് 95% പ്രവർത്തകരും അഭിനേതാക്കളും
നടന്മാർ നടികളെല്ലാം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും കഷ്ടപ്പെടുത്തലാണ്. ഒന്നോ രണ്ടോ ഒരു മമ്മൂട്ടി മോഹൻലാലും ചിലപ്പോൾ ഉണ്ടായിരിക്കും. പ്രേം നസീർ പോലും ഇത്രയെല്ലാം അധ്വാനിച്ച് വിശ്രമമില്ലാതെ കാശുണ്ടാക്കി കുറേ പേർക്ക് സഹായിച്ചിട്ടുണ്ട്. സഹായിച്ച ആൾക്ക് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ മമ്മൂട്ടി മോഹൻലാൽ നിങ്ങൾ മനസ്സിലാക്കണം, 2 ലക്ഷം രൂപ കൊടുത്താൽ ചാർട്ടഡ് വിമാനം കിട്ടും മദ്രാസിൽ ട്രിവാൻഡ്രത്തേക്ക് മയ്യത്ത് കൊണ്ടുവരാൻ. അത് ഫണ്ടിന് ടൈറ്റായതിൻ്റെ പേരിൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വിമാനത്തെ കാർഗോയിൽ കയറ്റിയാണ് ട്രിവാൻഡ്രത്ത് ഇറക്കിയത്, ചരക്ക് കൊണ്ടുവരും പോലെ. ആ മഹാന മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശ്രമിച്ചിട്ടില്ല. ഈ അഭിനയത്തിൻ്റെ പേരിൽ തന്നെ അതൊരു ദുരാഗ്രഹമാണെന്ന് പറയട്ടോ, കഴിവ് പറയല്ല. അങ്ങനെ ചെയ്ത് സമ്പാദിച്ച ആൾക്ക് അവസാനം സ്വന്തം മൃതശരീരം ഫ്ലൈറ്റിൽ കൊണ്ടുവരാനായിട്ട് 2 ലക്ഷം എന്ന് പറയുമ്പോൾ മക്കൾ സമ്മതിച്ചില്ല, ആരും സമ്മതിച്ചാൽ അത് പോവില്ലേ, വേണ്ട എങ്ങനെയും ട്രിവാൻഡ്രത്ത് എത്തിച്ചാൽ മതി. അത് സത്യം മരിച്ചവർ സത്യം കൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ മമ്മൂട്ടിയോടൊക്കെ പറയാനുള്ളത്, കോടിക്കണക്കിന് സ്വത്തുണ്ടല്ലോ മമ്മൂട്ടി സാഹിബ് നിങ്ങൾക്കൊക്കെ. നിങ്ങൾ എന്താ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനം നിങ്ങൾ ജീവിച്ചിരിക്കാൻ ചെയ്യും, നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഉമ്മയുടെ പേരിലോ. മരിച്ചു കഴിഞ്ഞാൽ ഒരു തെണ്ടി തിരിഞ്ഞു നോക്കില്ല, മക്കൾ പോലും അന്വേഷിക്കില്ല. നസീർ മകനില്ലാത്തതുകൊണ്ടാണോ? ഷാനവാസ് ഒരു മകനുണ്ടല്ലോ, ഒറ്റ മകൻ. ആള് മണ്ടനാണ്, വിജയിക്കാതെ പോയെങ്കിലും അവർ പോലും മുടക്കിയില്ല. നസീറിൻ്റെ കാര്യം പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ സിനിമാ നടന്മാരൊക്കെ നിങ്ങൾ ജീവിച്ചിരിക്കാതെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കോടികൾ മുടക്ക്, അല്ലെങ്കിൽ ചത്ത് കഴിയുമ്പോൾ മരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം സർക്കാർ കൊണ്ടുപോകും. അങ്ങനെ ചെയ്യില്ലേ? ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വഴിയില്ല, കോടികൾ കഷ്ടപ്പെടാൻ ലോകത്ത്, ഇന്ത്യയിൽ, കേരളത്തിൽ. ഇപ്പൊ ഡൽഹിയിൽ ബോംബെയിൽ ഒരു സിനിമാ നടൻ, അതുകൾ പാകിസ്ഥാനിൽ ജയിച്ചു പറഞ്ഞാൽ ഇന്ത്യക്ക് വിഭജനത്തിന് മുമ്പായിട്ട് പാകിസ്ഥാനിൽ ജയിച്ചു. അത് ഇന്ത്യക്കാരനായി പേര് മാറ്റി സിനിമ 1000 ചില്ലാൻ കോടിയുടെ സ്വത്തുണ്ടായി. പുള്ളിക്ക് മക്കളൊന്നും ഉണ്ടായില്ല. അതെല്ലാം അവസാനം സർക്കാർ കൊണ്ടുവന്ന് നമ്മൾ കുറ്റപ്പെടുന്നില്ല. പക്ഷെ അത് 500 കൊടുത്തില്ലെങ്കിൽ സ്വന്തം സമുദായത്തെങ്കിലും അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാർക്കെങ്കിലും കുറച്ച് കൊടുത്തെങ്കിലും അവരും ജീവിച്ചു പോയില്ലേ? ഇതൊന്നുമില്ലാതെ സർക്കാർ കൊണ്ടുപോയില്ലേ? ഇത് ഈ അവസ്ഥ നിങ്ങൾക്ക് വരുന്നത്. അത് പെരിച്ചാഴി, ഒരു എലിയുടെ വർഗ്ഗം പെരിച്ചാഴി, പാടത്തുനിന്ന് നെല്ല് കൊണ്ടുപോയി സൂക്ഷിച്ചു വയ്ക്കും. പക്ഷെ ഉള്ളാടൻ വരുമ്പോൾ അതിനെ പുകച്ച് അതിനെ പിന്നും നെല്ലും കൊണ്ടുപോകും. അതുപോലെ നിങ്ങൾ സൂക്ഷിക്കുന്ന ഓരോ പണവും നിങ്ങൾക്ക് ആവശ്യമുള്ള ബാക്കിയെല്ലാം നിങ്ങൾ ഇപ്പോഴും ഡിസ്പോസ് ചെയ്യും. എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനം നടത്തി. നിങ്ങളിപ്പോൾ പലതും ചെയ്യേണ്ടതില്ലെന്നല്ല, അത് പോരാ. അതൊക്കെ വേറെ ഒരു കാട്ടിക്കൂടൽ മാത്രമാണ്. നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ ഉമ്മയുടെ പേരിലോ വാപ്പയുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ മനുഷ്യരുടെ പേരിലോ നിങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി ഒരു കോളേജോ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങി വയ്ക്കും സാർ, അല്ലെങ്കിൽ കല്യാണം മണ്ഡപമോ. ഇപ്പോൾ പ്രേം നസീർ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു പ്രേം നസീർ പേരിൽ ഒരു മണ്ഡപം പണിയാൻ പോലും ട്രിവാൻഡ്രത്ത് ജനങ്ങൾക്ക് സാധിച്ചില്ല. ഇപ്പോഴും വർഷം എത്രയും 30-35 വർഷമായി മരിച്ചിട്ട്. അപ്പോൾ ആർക്ക് വേണ്ടി പാടുപെട്ട്, എന്തിനു വേണ്ടി പാടുപെട്ട്? ഭക്ഷണം കഴിക്കാതെ ബിസ്ക്കറ്റും പാലും മാത്രം കഴിച്ച അവസരം ഗ്യാസായി, അൾസറായി, അത് വർദ്ധിച്ച് പിന്നെ മരിച്ചു പോയതൊക്കെ. അപ്പോൾ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോഴത്തെ സംഭവത്തിൽ പിന്നെ ഈ ഹേമ കമ്മീഷനിൽ ഇടതുപക്ഷത്തോട് പറയാനുള്ളത്, ഇടതുപക്ഷ സർക്കാർ നിങ്ങൾ മോറൽ വശമെല്ലാം വളരെ മോശമായി. ഇപ്പോൾ മുകേഷിൻ്റെ കേസ് വന്നപ്പോൾ നിങ്ങൾ എന്നെ കൺവീനർ പറഞ്ഞെന്നറിയോ? പിന്നെ 2 പേര്, ഒന്ന് ജെയിംസ്, ഒന്ന് നമ്മുടെ പെരുമ്പാവൂർ MLA എൽദോസ് കുമ്പളി. ഈ 2 പേരും പെണ്ണ് കേസ് വന്നിട്ട് രാജിവെച്ചില്ലല്ലോ, അതുകൊണ്ട് അവർ 2 രാജിവയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് രാജിവയ്ക്കാം, അതാണ് എന്ന് കീഴ്വഴക്കം എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്ന LDF നേതാക്കളെ, UDF എന്ന് പറഞ്ഞാൽ അറിയാനല്ല LDF. നിങ്ങൾ കുറച്ചുകൂടി അടിസ്ഥാന വർഗ താല്പര്യം കുറച്ചുകൂടി മാതൃക കാണിക്കുന്നവരാണെന്ന് എല്ലാം തന്നെ. അത് വെച്ചാൽ നിങ്ങളോട് പറയും നിങ്ങൾ മാതൃക കാണിക്കണം. ഇത് UDF അങ്ങനെ ചെയ്തോട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഭരണമല്ലല്ലോ സാർ. അത് LDF ഭരണം എന്ന് പറയാൻ പറ്റുമോ? എന്ത് പറയുമ്പോൾ UDF കാലത്ത് അങ്ങനെ ചെയ്ത്, UDF ഇങ്ങനെ ചെയ്ത്, അവിടെ ഞങ്ങൾ ചെയ്തു പറഞ്ഞാൽ അത് അനുകരണമാണ്, അതല്ല മാതൃക. നിങ്ങൾ LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ മാതൃകയാണെങ്കിൽ നിങ്ങൾ മാതൃക കാണിക്കണം. നിങ്ങളുടെ CPI പറഞ്ഞു കഴിഞ്ഞു മുകേഷിനെ കുറിച്ച് ഇപ്പോൾ മാത്രമല്ല കുറേ വർഷങ്ങളായിട്ട് ഒരാളൊരു പണ്ടനും പാവപ്പെട്ടവരും പണ്ടനും പിന്നെ പിടിപ്പില്ലാത്തവരാണ്. നിങ്ങൾ ആ മുകേഷിനെ കൊണ്ടുവന്ന് ഇതിപ്പോൾ നിങ്ങൾ പലക്കാന്നല്ലേ മുകേഷ് നിങ്ങൾ തൽക്കാലം മാറി നിൽക്ക്, എന്നിട്ട് നിങ്ങൾ കുറ്റവാളിയല്ലെന്ന് കണ്ട് തിരിച്ചു വരാമല്ലോ. 6 മാസം സമയം അടുത്ത ഇലക്ഷൻ വെച്ചാൽ മതി. അത് ഒരു കാര്യം കൂടി ടൈം നീട്ടാം. അത് ചെയ്യാതെ നിങ്ങൾ സംരക്ഷിച്ചിരിക്കുകയാണ്.
അത് തന്നെയല്ല ഇവിടെ CPM-ന് UDF-ന് മനസ്സിലാവുന്നറിയില്ല. ഈ പ്രേമചന്ദ്രനെതിരെ CPM വെച്ച സ്ഥാനാർത്ഥി മുകേഷ് അവിടെ അൺഫിറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് അറിയാം, സംസ്ഥാന കമ്മിറ്റിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് മുകേഷിനെ വെച്ച് പ്രേമചന്ദ്രനെ കുറച്ചുകൂടി ഈസിയായിട്ട് ജയിക്കണം? പ്രേമചന്ദ്രനെ നമ്മുടെ മുഖ്യമന്ത്രി നികൃഷ്ടജീവി എന്നല്ലെങ്കിൽ പരനാരി എന്നൊക്കെ വിളിച്ചെങ്കിലും കേന്ദ്രത്തിൽ പിണറായി സഖാവും മോഡിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ മോഡിയും പ്രേമചന്ദ്രൻ തമ്മിലുള്ള ഒരു രഹസ്യ ബന്ധത്തിൽ താല്പര്യത്തിൻ്റെ പേരിൽ എനിക്കവിടെ ഈശ്വരൻ ജയിക്കണം എന്ന് പറഞ്ഞിട്ട് പിണറായി സഖാവിനെ അല്ലെങ്കിൽ LDF-നെ രഹസ്യമായിട്ട് സ്വാധീനിച്ചിട്ടാണ് മണ്ഡനായ മുകേഷ് അവിടെ നിർത്തിയത്. കഴിഞ്ഞ വർഷം കിട്ടിയ വളരെ കുറച്ച് വോട്ട് കിട്ടുകയും പ്രേമചന്ദ്രൻ വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ മനസ്സിലായില്ല ഇവിടുത്തെ അടിയൊഴുക്ക് എങ്ങനെയാണ്. ഈ പുറത്ത് പറയുന്ന അല്ല എൻ്റെ പൊന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ, അകത്ത് നടക്കുന്നതെല്ലാം വളരെ ഗൂഢമായിട്ടും നാണം കെട്ട രീതിയാണ്. ഇപ്പോൾ ഇറാഖും നിങ്ങൾ യുദ്ധം വന്നില്ലേ, അവർ തമ്മിൽ അന്തർധാരയുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിൽ അന്തർധാരയുണ്ട്. ഈ ഇറാനിലെ പ്രസിഡന്റിനെ കൊല്ലാനുള്ള സാഹചര്യം ഒഴുകി കൊടുത്ത ആരാണ്? പുതിയ പ്രസിഡന്റായിട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ കൊല്ലണ്ടേ? അവിടെയൊക്കെ അന്തർധാരയുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ കൊല്ലാൻ കാലത്ത് 2 മാസം മുമ്പ് അയാൾ കിടക്കുന്ന മുറിയിൽ ബോംബ് വെച്ചിട്ട് പറഞ്ഞാൽ ഇത്രയും സ്വാധീനം ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക അവിടെ ഉണ്ടെങ്കിൽ ഇവർക്ക് തമ്മിൽ അന്തർധാരയില്ലേ? അപ്പോൾ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശത്രു മിത്രമാണ് അങ്ങനെ സഹായിക്കുന്ന കൊടുത്തല്ല ഈ യുദ്ധമൊക്കെ പുറത്ത് നടക്കുമെങ്കിലും ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അത് ഒരു പരിധി നല്ലതാണ്. ഇപ്പോൾ പാർട്ടികൾ തമ്മിൽ പരസ്യമായിട്ട് എതിർക്കുമെങ്കിലും നേതാക്കൾ തമ്മിൽ വ്യക്തിബന്ധമുള്ള പോലെ അത് നല്ലതാണ്. അതുപോലെയാണ് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയും സ്റ്റേറ്റ് ഭരിക്കുന്ന കക്ഷിയും തമ്മിൽ അന്തർധാരയുണ്ട്. ആ അന്തർധാരയുടെ ഫലമാണ് മണ്ഡനായ മുകേഷിനെ കൊണ്ടത് വീട് ഓടിച്ചു. തന്നെയുമല്ല, ഒരു കാര്യം മനസ്സിലാക്കാം, CPM ഇന്നസെന്റിനെ തൃശ്ശൂർ നിർത്തി ജയിപ്പിച്ചല്ലോ. ഇന്നസെന്റ് പാർലമെന്റിൽ പോലുള്ള എന്ത് യോഗ്യതയുള്ളത് വിദ്യാഭ്യാസപരമായിട്ടും ഭാഷാപരമായിട്ടൊക്കെ? ഇന്നസെന്റ് ആള് മോശമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊക്കെ ഒരു മന്ന ബുദ്ധിയല്ലേ? കാരണം ആ രീതി തന്നെയല്ലേ. അതുപോലത്തെ മറ്റു വന്ന ബുദ്ധിയല്ലേ മുകേഷ് വാങ്കുളി എന്ന് പറയുന്നത്. എന്നിട്ട് ഇവരെ കൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടി ഇമേജ് അല്ലേ പോകുന്നത്? നിങ്ങൾ മുകേഷിനെ താങ്ങി നിർത്തുന്ന കാലം നിങ്ങളുടെ പാർട്ടിയുടെ ഇമേജ് പോയി വളരെ താഴെ പോകണം. UDF അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പറയുമ്പോൾ അതൊരു മര്യാദ വാക്കല്ല, അതൊരു മർക്കട മുഷ്ടി അല്ലെങ്കിൽ വക്രബുദ്ധി അല്ലെങ്കിൽ എന്താ പറയുക മുരട്ട് ന്യായം എന്ന് പറയും. അതാണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് മുകേഷിനോട് മാറി നിൽക്കാൻ വേണം. അതല്ലേ നിങ്ങളുടെ പാർട്ടിക്ക് മെച്ചം. അത് ചെയ്യുന്നില്ല. കാരണം ഇന്നലെ ബുദ്ധൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ബുദ്ധൻ്റെ വീട്ടിൽ ചില സ്ത്രീ എന്ന് പറഞ്ഞു, തമ്പുരാനെ എൻ്റെ മകൻ മരിച്ചു, എനിക്ക് സങ്കടോട് സഹിക്കാൻ പറ്റില്ല. ശരി, മനസ്സിലായി. ആരും മരിക്കാത്ത വീട്ടിൽ നിന്ന് കടുക് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? അവിടെ ചെന്നിടത്തെല്ലാം ആൾ മരിച്ചിട്ടുണ്ട്. ചുരുക്കി പറയാണ്. വന്ന് പറഞ്ഞപ്പോൾ ശ്രീ ബുദ്ധഭഗവൻ പറഞ്ഞതറിയോ? ശരി, അപ്പോൾ ആ മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി തള്ള വിട്ടുപോലെയാണ്. അങ്ങനെ കല്ലും പതിരും മാറ്റിയാൽ നെല്ലുണ്ടാവില്ല എന്ന് പറയുമ്പോൾ LDF-ൽ പോലും ഈ സിനിമാക്കാരുടെ കൂടെ നിന്നുകൊണ്ട് സഹകരിച്ച് പോകുന്ന എത്ര നേതാക്കളിൽ നിന്ന് കഥ പുറത്തുനിന്ന് അറിയാം. അതൊക്കെ ഒരു ലിസ്റ്റിലുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാം, അത് ഇന്ത്യയിൽ നടന്നില്ല, ഇന്ത്യക്ക് വെളിയിലാണ് കേട്ടോ. പിന്നെ അവസാനിക്ക് ചോദ്യം പറയാൻ പറ്റില്ല. ആഭ്യന്തരമന്ത്രി ഒരു സിനിമാ നടിയിൽപ്പെടയിൽ ഒരു ചെറിയ പെറ്റി കേസ് വന്നു. ആ പെറ്റി കേസ് വന്നിട്ട് ഒരു മേഖല IG ഓഫീസിൽ വിളിച്ചു വരുത്തി അന്ന് രാത്രി അവിടെ താമസിപ്പിച്ച് ഈ ആഭ്യന്തരമന്ത്രി അവിടെ വന്നിരുന്നൊക്കെ പറയുമ്പോഴേ എന്തുമാത്രം അന്തർധാരയുള്ളൂ. ഇത് കേരളത്തിലെ കാര്യമായിട്ടാണ് പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യക്ക് വേണ്ടി നടന്ന സംഭവമാണ്. അപ്പം അതുപോലെയാണ് ഈ കള്ളന്മാർ, പെണ്ണുപിടിയന്മാരാണ് ഈ രാഷ്ട്രീയക്കാരതെ മറ്റ് എല്ലാവരും അതെ അവസരം കിട്ടിയാൽ കക്കുന്ന പോലെ പെണ്ണുപിടിയന്മാരാണ് രാഷ്ട്രീയക്കാർ പൊതുവെ പറയാണ്. യാതൊരു തത്വരക്ഷയില്ല. ഒരാളെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഒരാളെങ്കിലും പെണ്ണുപിടിക്കാതെ ലിസ്റ്റ് പറയാൻ പറ്റുമോ? മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? പറ്റില്ല. അതാണ് അവരുടെ സാഹചര്യം. അവര് സിനിമയിൽ പറയണോ? ഇപ്പം ഏതായാലും പുരുഷവർഗത്തെ നാണം കെടുത്താണ് ഈ അത് നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന കാര്യമാണ്. അത് ബഹുമാന കോടതി ഒരു കാര്യം പറയേണ്ടത് ഒരു ചെറിയ റിക്വസ്റ്റാണ്.
മുൻകാല പ്രാബല്യം വേണ്ട. ഇനി എന്തെന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി എന്നൊരു വിധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ എല്ലാവരും നാറും. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ മന്ത്രിമാരുൾപ്പെടെയൊക്കെ ഒരു രീതിയിൽ മറ്റു രീതിയിൽ നാറിപ്പോവും. അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.